നമസ്കാരം. നമസ്കാരം. സ്വാമി അയ്യപ്പൻ എന്തായാലും ഇടതുപക്ഷത്തെ വെറുതെ വിടില്ല എന്നുള്ള ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. കാരണം ഉന്നതരിലേക്ക് വീണ്ടും ഒരു അവധിക്കാലത്തിന് ശേഷം വീണ്ടും ഉന്നതരിലേക്ക് എത്തുകയാണ് കടകംപള്ളി എന്ന് ചോദ്യം ചെയ്തു. എന്താണ് സാർ? അല്ല, കടകംപള്ളി ഇന്നല്ല ചോദ്യം ചെയ്തിരിക്കുന്നത്. ശരിക്കും കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ഞാനും കുമാറും കൂടെ എടുത്ത ഒരു ചർച്ചയിൽ ഇത് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. ഈ ഡി മണി എന്നുള്ള ഒരു അപ്പകഷ്ണം മാധ്യമപ്രവർത്തകർക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നുകിൽ SIT കൃത്യമായ പാതയിലാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ SITക്കും വഴിതെറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു അനുമാനത്തിലാണ് അന്ന് ഞങ്ങൾ ആ ചർച്ചയിൽ എത്തിച്ചേർന്നത്. ഇത് ശരിക്കും നമുക്കറിയാമല്ലോ, നമ്മുടെ ഇവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകർക്ക് പൊതുവായ ഒരു സ്വഭാവമുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒന്ന് കടിച്ചു വലിക്കാൻ മുന്നിലേക്ക് ഇട്ടുകൊടുത്താൽ എല്ലാവരും കൂടെ ആ അപ്പകഷ്ണത്തിൻ്റെ പിന്നാലെ അങ്ങ് പൊക്കോളും. അതുപോലെ കൃത്യമായി ഡിണ്ടുകലിൽ നിന്നുള്ളൊരു ഡി മണി എന്നുള്ളൊരു കഥാപാത്രത്തെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് SIT കഴിഞ്ഞ ശനിയാഴ്ചയാണ് കടകംപള്ളി സുരേന്ദ്രനെയും അതുപോലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തത്. ശരിക്കും ഈ വിവാദങ്ങളൊക്കെ തുടങ്ങുന്നത് പ്രശാന്തിൻ്റെ വിവരമില്ലായ്മയും ചെയ്തിയും കൊണ്ടാണ്. കാര്യം ഈ കഴിഞ്ഞ സെപ്റ്റംബർ 7-ാം തീയതി 4-ാം ഓണ ദിവസം ചന്ദ്രഗ്രഹണ ദിവസം രാത്രിയാണ് ഈ ദ്വാരപാലകന്മാരുടെ വിഗ്രഹപാളികൾ അവിടെ നിന്നും സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്നത്. അത് ഈ PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം വളരെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട്, വളരെ ലളിതവൽക്കരിച്ചുകൊണ്ടാണ് അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ സർവ്വസാധാരണമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാറുണ്ട്, അത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, അതൊക്കെ ഒരു പേപ്പർ കൊടുത്താൽ തീരാവുന്നുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ, വെറും ടെക്നിക്കലാണ് അദ്ദേഹം തത്വമയോട് തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളുടെ കിടപ്പെന്ന് ഇപ്പോൾ ഏറെക്കുറെ ബോധ്യമായിരിക്കുന്നു. കാര്യം ആ ഒരു വിവാദത്തിനെ തുടർന്നാണ് ഈ ശബരിമലയിലെ ഭീമമായ സ്വർണ്ണക്കുള്ളയെക്കുറിച്ച് ലോകം അറിയുന്നത്. പിന്നീട് അങ്ങോട്ട് കോടതിയും വിജിലൻസും SITയും ഒക്കെ ചേർന്ന് നടത്തിയ ആ വലിയ അന്വേഷണത്തിലാണ് ഈ വലിയ കഥ പുറത്തു വരുന്നത്. 2019 മുതൽ, ശരിക്കും പറഞ്ഞാൽ 2019 മുതലല്ല, അതിനു മുമ്പ് സ്വർണ്ണക്കുള്ള അവിടെ തുടങ്ങിയിരുന്നു എന്ന് വേണം നമുക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താൻ. എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ ഇത്രത്തോളമായി എത്തി നിൽക്കുമ്പോൾ SIT ഗിയർ മാറ്റിയിരിക്കുന്നു. അവർ അടുത്ത ലാപ്പിലേക്ക് കടന്നിരിക്കുന്നു. കാര്യം അന്വേഷണം ഉന്നതരിലേക്ക് ഇന്ന് ഇതുവരെ പറച്ചിലായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഉന്നതരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ ഇതുകൊണ്ടും തീരില്ല, ഇതിൻ്റെയും അത്യുന്നതങ്ങളിലേക്ക് അന്വേഷണം പോകേണ്ടതായിട്ടുണ്ട്. ആ VVIP ഇതിനെല്ലാം ഗൂഢാലോചന നടത്തുകയും ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്ത ആ VVIP പിടിയിലാകുമോ എന്നുള്ളതാണ് സൂചന. ഈ അന്വേഷണം ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴും SITയും രൂക്ഷമായ വിമർശനം കൂടി നേരിടുകയാണ് ഈ ഒരു ഘട്ടത്തിൽ. കാര്യം ഇന്ന് പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ അവധിക്കാല ബെഞ്ചാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. കോടതി SITയെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചു. ഈ അന്വേഷണം ഇഴയുകയാണോ, ഇതൊരു മെല്ലപ്പോക്കിലേക്ക് പോവുകയാണോ എന്നുള്ള രീതിയിലുള്ള രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇത് മറ്റൊരു ബെഞ്ചിൻ്റെ കീഴിലിരിക്കുന്ന കേസാണെങ്കിൽ കൂടിയും അവധിക്കാല ബെഞ്ച് ഈ പത്മകുമാറിൻ്റെ ജാമ്യം ഇപ്പോൾ പരിഗണിക്കാനാകില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ജനുവരി 5-നാണ് ഇനി ശബരിമല ബെഞ്ച് ഇതിൻ്റെ ഇടക്കാല ഉത്തരവ് കേൾക്കുന്നത്. ഈ SIT ഇടക്കാല അന്വേഷണ ഉത്തരവ് കോടതിയിൽ ഹാജരാക്കേണ്ടത് 5-ാം തീയതിയാണ്. അന്നായിരിക്കും ഒരുപക്ഷെ കോടതി ഇതിലും വലിയ രൂക്ഷമായ സ്വരത്തിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പോകുന്നത്. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയ്ക്കും അന്വേഷണം വളരെ ഇടയ്ക്ക് വെച്ച് ഒന്നും മങ്ങിപ്പോയി. കാരണം ഡിസംബർ 5-ന് ശേഷം മറ്റു പ്രതികളിലേക്കൊന്നും നീണ്ടില്ല. അല്ല, നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഹരി. കാര്യം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സ്വാഭാവികമായും കാര്യം ഇത് മാധ്യമങ്ങളുടെ ശ്രദ്ധയില്ലെങ്കിൽ, മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതൊരു തണുത്ത മട്ട് തന്നെയാണ്. അപ്പോൾ മാധ്യമങ്ങളിൽ ആ വാർത്തകൾ കൃത്യമായി വരണമെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ്സ് കേസിൽ ഉണ്ടാകണം. ഈ പറഞ്ഞ ഉന്നതരിലേക്കോ അല്ലെങ്കിൽ ഇതുവരെ മറഞ്ഞിരിക്കുന്ന ഒരു പ്രതി പെട്ടെന്ന്, അങ്ങനെയാണല്ലോ ഈ മണിയെ കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ ചാടി വീഴുന്നത്. പക്ഷേ മണിയെക്കുറിച്ചുള്ള അന്വേഷണം ഒരു വശത്തൂടെ മുന്നേറുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും നമ്മൾ തത്വമയിയുടെ സമാന്തരമായി നടത്തിയ അന്വേഷണത്തിൽ നമ്മൾ ഉയർത്തിയ കുറേ ആരോപണങ്ങളുണ്ട്. പക്ഷേ SITക്കും അത് സ്പെഷ്യൽ കമ്മീഷണറും ഒക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഹൈദരാബാദ് ബന്ധങ്ങളെക്കുറിച്ച് SIT ഇതുവരെ വ്യാപകമായൊരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് ശ്രദ്ധിക്കാൻ കാരണം 2018 കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു, എക്സ്ക്ലൂസീവായി ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു. 2018-19 കാലയളവിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഹൈദരാബാദ് എഡിഷനിലെ പല പോസ്റ്റുകളും അവരിപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ഈ പോസ്റ്റുകൾ? അന്ന് ഒരുപക്ഷെ ഈ ശബരിമലയിലെ സ്വർണ്ണ പണിയുമായി ബന്ധപ്പെട്ട് തന്നെ അവർ അവരുടെ ഒരു പരസ്യാർത്ഥം നൽകിയ പോസ്റ്റുകളൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതിപ്പോൾ കാണാനില്ല, ഈ പോസ്റ്റുകൾ മുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് വ്യാപകമായ ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്.
മാത്രമല്ല സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ ഇപ്പോൾ SIT ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസിന് ഇതിൽ കൃത്യമായ ഒരു പങ്കുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട്. അത് അവിതർക്കിതമായ ഒരു കാര്യമാണ്. കാര്യം എങ്ങനെ നോക്കിയാലും ഇതിന്റെ ഒരു ഇന്റർലിങ്ക്, ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻ തന്നെയാണ്. പ്രശാന്തിന്റെ കാര്യം പറഞ്ഞ പോലെ സ്മാർട്ട് ക്രിയേഷനും ഇതിന്റെ ഇടയിൽ ഒരു സ്മാർട്ടാകാൻ നോക്കി. അതെ അതെ അതെ. തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, തങ്ങളടുത്ത് ഇത് കൊണ്ടുവന്നത് മാത്രമേ ഉള്ളൂ എന്നുള്ള. അതിനു മുമ്പ് തത്വമായി പുറത്തുവിട്ട ഒരു വലിയ തെളിവുണ്ടായിരുന്നു ഹരി. കാര്യം ഇത് സെപ്റ്റംബർ 7-ാം തീയതിയാണ് പ്രശാന്ത് ഈ വിഗ്രഹങ്ങൾ പാളികൾ ഇളക്കിക്കൊണ്ടു പോകുന്നത്. സെപ്റ്റംബർ 9-ാം തീയതി ആദ്യമായി ഈ ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നത് നമ്മളാണ്, ഞാനാണ് അത് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്മാർട്ട് ക്രിയേഷൻസ് ദേവസ്വം ബോർഡിന്റെ ചെയ്തികളെ ശരിവെച്ചുകൊണ്ട് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരി ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സ്വർണം പൂശുന്നത് അശാസ്ത്രീയമായ രീതിയിലാണ്. ഇത് കൃത്യമായി അവരുടെ സ്ഥാപനത്തിൽ എത്തുമ്പോഴാണ് ശാസ്ത്രീയമായ രീതിയിൽ ആചാരാനുഷ്ഠാനങ്ങളോട് കൂടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് വിധിയാമണ്ണം ചെയ്യുന്നു എന്നുള്ള ഒരു അവകാശവാദവുമായുള്ള ഒരു പരസ്യ വീഡിയോ ആയിരുന്നു അത്. അന്ന് തന്നെ നമ്മൾ ആ വീഡിയോ എടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. കാര്യം ഇത് പങ്കജ് ഭണ്ഡാരി ദേവസ്വം ബോർഡിനെ സഹായിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ്. പങ്കജ് ഭണ്ഡാരി എന്നുള്ള ഒരു വ്യക്തിയെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് ആ വീഡിയോയിലൂടെയാണ്, അതും നമ്മളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിൻ്റെ പിന്നാലെ ഒത്തിരി സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരാണ് തത്വമയി. അപ്പോൾ അതുകൊണ്ട് തത്വമയിക്ക് മറ്റേ SITക്ക് ട്രാക്ക് തെറ്റിയേക്കാം, വിജിലൻസിന് ട്രാക്ക് തെറ്റിയേക്കാം, പക്ഷേ തത്വമയിക്ക് ട്രാക്ക് തെറ്റില്ല. നമ്മൾ കൃത്യമായ അന്വേഷണത്തിലാണ്. ഇത് ആരായാലും ഇതിലെ അവസാനത്തെ പ്രതി വരെ പിടിക്കുന്നത് വരെ നമ്മൾ ഇതിനൊപ്പമുണ്ട് എന്ന് അയ്യപ്പൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്തിട്ടാണ് ഇതിൻ്റെ അന്വേഷണത്തിനായി ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണം ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് ഒരുപക്ഷെ മറ്റ് ചാനലുകൾക്ക് ലഭിക്കുന്ന സഹായങ്ങൾ പോലും നമുക്ക് കിട്ടിയെന്ന് വരില്ല. എന്നാലും നമ്മൾ ശരിയുടെ പാതയിലാണ്, സത്യത്തിൻ്റെ പാതയിലാണ്. അതുകൊണ്ടാണ് നമുക്ക് മറ്റ് ചാനലുകൾ കൊടുക്കുന്നതിന് മുമ്പ് ഒട്ടേറെ തെളിവുകൾ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകർക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ആ ഒരു വിശ്വാസമാണ് പ്രേക്ഷകർ ഇപ്പോൾ നമ്മളിലും അർപ്പിച്ചിരിക്കുന്നത്. കാര്യം നമ്മൾ കൊടുക്കുന്ന വാർത്തകൾക്ക് ഒരു കൃത്യതയുണ്ട്, അതൊരു സത്യസന്ധത ഉണ്ടെന്ന് പ്രേക്ഷകർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ശബരിമല ഉൾപ്പെടെയുള്ള വാർത്തകൾ നമ്മളെ അവർ കൃത്യമായി ഫോളോ ചെയ്യുന്നത്. ഹരി, ഇപ്പം എന്തായാലും വളരെ ടേണിംഗ് പോയിന്റാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ കടകംപള്ളിയെ എന്ന് ചോദ്യം ചെയ്യും എന്നുള്ളൊരു ചോദ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ രഹസ്യമായി കടകംപള്ളിയെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഈ വിഷയം കടകംപള്ളിയും ശരിവച്ചിട്ടുണ്ട്. അല്പം മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിരുന്നു. SIT എന്നെ വിളിപ്പിച്ചു, ചോദ്യം ചെയ്തു, ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. മാത്രമല്ല അഡ്വക്കേറ്റ് PS പ്രശാന്തിനെയും ഈ കേസുമായി ബന്ധപ്പെട്ട് SIT ചോദ്യം ചെയ്തതായിട്ടുള്ള സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്താണ് എന്നുള്ളതാണ്. ഈ പ്രത്യേകിച്ചും 5-ാം തീയതി കോടതിയിലേക്ക് പോകാനിരിക്കുകയാണ് SIT ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുമായി. അപ്പോൾ കോടതിയുടെ നിർദ്ദേശം എന്തായിരിക്കും? ഈ പുതുവത്സരം പിറന്ന 5 ദിവസം കൂടെ കഴിയുമ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള 2024 ഒരുപക്ഷെ ഏറ്റവും വലിയ ന്യൂസ് മേക്കിംഗ് തന്നെയായിരുന്നു ഈ ശബരിമല സ്വർണ്ണക്കൊള്ള. ന്യൂസ് മേക്കർ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നും പറയേണ്ടി വരും. വലിയ വാർത്ത ഉണ്ടാക്കിയ മനുഷ്യനാണ്, അല്ലേ? അപ്പൊ എന്തായാലും ഈ ഒരു വിഷയം പോറ്റിയെ കടത്തിവെട്ടി 2026 പുതിയ പുതിയ VVIP ആവുമോ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ? അപ്പോൾ ഇനി ആരാണ്, നയതന്ത്ര ബാഗേജ് വഴിയാണോ ഈ സ്വർണം വിദേശത്തേക്ക് പോയത് തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു. കടകംപള്ളി വരെ എത്തിയെങ്കിൽ ഇനി ആ ഉന്നതനിലേക്ക് എത്താൻ അധിക ദൂരമില്ല എന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കണം. പക്ഷേ ആ ദൂരം എന്ന് പറയുന്നത് ഒട്ടനവധി കടമ്പകൾ, അല്ലെങ്കിൽ SIT ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. അപ്പോൾ ആ വെള്ളം കുടിച്ച് അവർക്ക് മുന്നേറാൻ പറ്റുമോ? ഇത്രയും തന്നെ എത്തിയത് കോടതി വളരെ സ്ട്രോങ് ആയി ശക്തമായി നിലപാട് എടുത്തത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഈ കേസ് ഒരിടത്തും എത്താതെ ഇതിനു മുമ്പേ ഇത് ഛിന്നഭിന്നമായി പോയേനെ. ഈ ഛിന്നഭിന്നമായി പോകുന്നു മാത്രമല്ല, ശബരിമലയിൽ നിന്നും വീണ്ടും വിലപ്പെട്ട പല വസ്തുക്കളും ഇനിയും പോകുമായിരുന്നു, വിഗ്രഹം ഉൾപ്പെടെ. പക്ഷെ അത്തരത്തിലേക്കൊന്നും കടക്കാതെ ഇതിനെ വിശ്വാസത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് വിശ്വാസികളുടെ ഭാഗം പറയാൻ കോടതി ശക്തമായ നിലപാടെടുത്തത് കൊണ്ട് മാത്രമാണ് SITക്ക് ഈ പറയുന്നത് പോലെ പഴുതുകളില്ലാത്ത അന്വേഷണം നടത്തേണ്ടി വന്നത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്രത്തോളം കാര്യങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത്. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. PS പ്രശാന്തിനെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ അടുത്ത സമയങ്ങളിൽ പുറത്തു വരും എന്ന് നമുക്ക് കരുതാം. അതിനനുസരിച്ചിരിക്കും ഒരുപക്ഷെ ഈ കേസിൻ്റെ മുന്നോട്ടുള്ള വിഗതികൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. 5-ാം തീയതിയാണ് SIT അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ കോടതി ഇനി എന്താണ് പറയുന്നത് എന്നുള്ള ആകാംക്ഷയിലാണ് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ. ഹരി, തീർച്ചയായും എന്തായാലും ഈ ഒരു ഇതോടുകൂടി ഒരു അറസ്റ്റ് കൂടി, അടുത്തൊരു അറസ്റ്റിന് കൂടിയാണോ കളമൊരുങ്ങുന്നതെന്ന്? അല്ല, ഇപ്പോൾ ഈ ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രതികൾക്ക് പോലും ജാമ്യം കിട്ടിയിട്ടില്ല. ഈ കേസിൽ ജാമ്യം കിട്ടിയിട്ടില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്കറിയാം, മറ്റേത് കേസിലാണെങ്കിലും അറസ്റ്റ് ചെയ്ത് ഒരു പ്രതിക്കെങ്കിലും എന്തെങ്കിലും ആനുകൂല്യത്തിന്റെ പേരിൽ ജാമ്യം കിട്ടിയേക്കാം.
ഇതിൽ അറസ്റ്റിലായ ഒരു പ്രതികൾക്ക് പോലും ജാമ്യം കിട്ടിയിട്ടില്ല. നിസ്സാരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ജാമ്യം തരാൻ പറ്റില്ലെന്നാണ് അതെ കോടതി അതെ പറഞ്ഞത്. അതെ അതെ. ഇപ്പോൾ ഇന്നലെ മുൻ ദേവസ്വം മെമ്പർ വിജയകുമാറും അറസ്റ്റിലായിരിക്കുന്നു. ഇനി ആ പട്ടികയിൽ ഒരാൾ കൂടിയുണ്ട്, ശങ്കർദാസ് ഇപ്പോഴും പുറത്ത് നിൽക്കുകയാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ സുപ്രീം കോടതി വരെ എത്തി നിൽക്കുകയാണ് മുൻകൂർ ജാമ്യ അപേക്ഷയുമായി. പക്ഷേ ഈ കടകംപള്ളിയെയും പ്രശാന്തിനെയും ഒക്കെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഈ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്താനാവില്ല. SIT വീണ്ടും ആവർത്തിച്ച് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസുകൾ കൊടുക്കുന്നുണ്ട്. ഇനി ഒരുപക്ഷെ അദ്ദേഹം ഹാജരായില്ലെങ്കിൽ നേരെ വീട്ടിൽ പോയി പൊക്കുകയായിരിക്കും ചെയ്യുന്നത്. പത്മകുമാറിന് ചെയ്തതുപോലെ തന്നെ ചെയ്യേണ്ടി വരും. പത്മകുമാറും ഇതുപോലെയായിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് കൊടുത്തപ്പോഴൊക്കെ അദ്ദേഹം ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. അവസാനം SITക്ക് പോയി ബലമായി പിടിച്ചിറക്കിക്കൊണ്ട് വരേണ്ടി വന്നു. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ശങ്കർദാസിന്റെയും വിധി എന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും തീർച്ചയായും ഇതുവരെയും അന്വേഷണങ്ങളെല്ലാം കറക്റ്റ് റൂട്ടിൽ തന്നെ ആയിരുന്നു. ഇനി മുന്നോട്ടും അന്വേഷണം വളരെ കൃത്യമായ റൂട്ടിലായിരിക്കും. കടകംപള്ളി ഉടൻ തന്നെ അറസ്റ്റിലാകുമെന്നും അല്ല ഇപ്പൊ ഈ ഡി മണി വെർഷൻ വന്നപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻ വന്നു. ഈ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത്? തമിഴ്നാടാണോ ഹൈദരാബാദാണോ? അവർക്ക് തന്നെ ഒരു വലിയ കൺഫ്യൂഷൻ. രണ്ട് ട്രാക്കാണ്. അല്ല, രണ്ട് ട്രാക്ക്. ഇപ്പോൾ SIT തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് രണ്ട് നടത്തുന്നുള്ളൂ. അതുകൊണ്ടാണല്ലോ ഒരു വിഭാഗം മണിക്ക് പിന്നാലെ പോയപ്പോൾ ആണ് ഇവിടെ വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ. കാരണം ഇതൊരു ഭരണതലത്തിലെ അഴിമതിയും മറ്റൊരു തലത്തിൽ കൂടെ പോയാൽ അന്താരാഷ്ട്ര സ്വർണ്ണക്കൊള്ളയുടെ മറ്റൊരു മാനവും. അത് മാത്രമല്ല ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഇതിപ്പോ SIT മുഴുമിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ ED ഇതിന്റെ ഫയലുകൾ ആരാഞ്ഞിട്ടുണ്ട്, EDക്ക് ഫയലുകൾ കൈമാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് CBI യും EDയും ഉൾപ്പെടെയുള്ളവർ ഇതിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. കാര്യം ഇതിനൊരു അന്താരാഷ്ട്ര ബന്ധമുണ്ട്. അത് കോടതി ഏറെക്കുറെ സ്ഥിരീകരിച്ചു കഴിഞ്ഞ കേസാണ്. അപ്പോൾ അന്താരാഷ്ട്ര ബന്ധമുണ്ടെങ്കിൽ ഇത് SITയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇത് മറ്റ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ കയ്യിലൂടെ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പറ്റൂ. അങ്ങനെ മേഖല കണ്ണികൾ എവിടെയൊക്കെ ചെന്നിരിക്കുന്നു എന്നാണ്. നമ്മുടെ പണം തന്നെ ഉപയോഗിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഈ ഇവർ തന്നെ പിന്നീട് എന്തെങ്കിലും ഭീകരവാദ ഇപ്പൊ SITക്ക് ഇതൊരു പ്രസ്റ്റീജിയസിന്റെ പ്രശ്നമാണ്. കാര്യം ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ അവർക്ക് വിട്ടുപോകുന്ന കണ്ണികൾ ഇത് കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസികൾ ആരെങ്കിലും കണ്ടുപിടിക്കാനിടയാൽ അതവർക്ക് വലിയ കുറച്ചിലാണ്. അവർ രൂക്ഷമായ വിമർശനം നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവർക്കും ഇപ്പോൾ അന്വേഷണം കൃത്യമായ പാതയിലൂടെ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, കോടതിയുടെ ശക്തമായ ഇടപെടൽ ഉള്ളതുകൊണ്ട് പഴുതടച്ച സുരക്ഷയിൽ അല്ലെങ്കിൽ പഴുതടച്ച ഒരു അന്വേഷണം തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ ഉള്ളവർ സ്വർണത്തെ ചെമ്പാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ കള്ളത്തനത്തിന്റെ ചെമ്പിലെ തങ്കം തെളിയുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. തീർച്ചയായും അയ്യനെ തൊട്ടവരാരും രക്ഷപ്പെട്ട ചരിത്രമില്ല. ഇവർക്കും അത് തന്നെ ആയിരിക്കും അവസ്ഥ എന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായും. നമസ്കാരം.